പ്രസിഡന്റ് ശ്രീ പി കെ ബാബ, അതുപോലെ നമ്മുടെ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അധ്യക്ഷനായ ശ്രീകണ്ഠൻ, സെക്രട്ടറി സുരേന്ദ്ര സാറ്, അതുപോലെ രാധാ, പ്രിയപ്പെട്ട ആപത് മിത്ര സിവിൽ ഡിഫൻസ് വണ്ടന്മാരെ, പ്രിയപ്പെട്ട ജീവനക്കാരെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ കരുത്തുറ്റ വണ്ടന്മാരാണ് സിവിൽ ഡിഫൻസ് ആപത് മിത്ര ടീം. ഏകദേശം ഈ റീജിയണിൽ, കണ്ണൂർ റീജിയണിലെ 15 സ്റ്റേഷൻ വെച്ച് ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന 80 പേരോളം പ്രവർത്തിക്കുന്ന ഏക ഒരു ഫയർ സ്റ്റേഷനാണ് തൃക്കരിപ്പൂർ. അതിൽ അഭിമാനം കൊള്ളുന്നു. കാരണം ഇത്രയും കരുത്തുറ്റ ഒരു ടീമിനെ വേറെ ഏത് സ്റ്റേഷനിലും കിട്ടൂല. മാക്സിമം 20, പക്ഷെ ഇവിടെ അങ്ങനല്ല, 80 പേരാണ് നമ്മൾ ആൾക്കാരുള്ളത്. ഈ കഴിഞ്ഞ ഒരാഴ്ച തന്നെ അവരുടെ പ്രവർത്തനം വിലപ്പെട്ടതാണ്. കായിക മാമാങ്കം നടത്തുമ്പോൾ തൃക്കരിപ്പൂരായാലും, കാലിക്കടവില് സബ് ജില്ലാ കലോത്സവത്തിനായാലും, കരിവള്ളൂർ പയ്യന്നൂർ സബ് ജില്ലാ കലോത്സവത്തിനായാലും വളരെയധികം അഹോരാത്രം പ്രവർത്തിച്ചു. അതുപോലെ വയനാട് ദുരന്ത മേഖലയിലും 4 ദിവസം പ്രവർത്തിച്ചു. കാരണം അവിടെ നമുക്കറിയാം ദുരന്ത മേഖലയിൽ കിടപ്പാട് എവിടെയാണോ, ഭക്ഷണം എങ്ങനെയാണോ, എവിടുന്നാണ് എല്ലാം അറിയാം. അപ്പൊ അങ്ങനെയും എത്രത്തോളം അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടീമിന് വളരെ അഭിനന്ദനങ്ങൾ. ഏറ്റവും പ്രത്യേകത, വയനാടിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഇതിന് ശേഷം വയനാടത്തെ സിപ്പ് ലൈൻ മുഖാന്തരമാണ് നമ്മൾ ഫയർഫോഴ്സ് ആൾക്കാരെ രക്ഷപ്പെടുത്തി. അതിവിടെ നമ്മളെ കെട്ടിയിട്ടുണ്ട്. അതിലൊരു മോഡല് സിപ്പ് ലൈൻ എന്നാ പറയാം. സിപ്പ് ലൈൻ അതായത് ഒരു പുഴയുടെ ഒരു തോടിന്റെ അക്കരയിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് അയക്കുന്ന രീതിയാണ്. അതിപ്പോൾ നമുക്കൊന്ന് കാണിക്കാം. ഏതായാലും ഈ ദുരന്ത നിവാരണ സേനയുടെ, അതായത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വന്നതിന് ശേഷം ഏറ്റവും വലിയ പ്രവർത്തനമാണ് കേരളം കാണിച്ചു വെച്ചത്. കാരണം ദുരന്ത നിവാരണ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന സംഭവം തന്നെ വരാനുള്ള 2 പ്രധാനപ്പെട്ട കാരണമാണ്. ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ മരണമാണ് 1984, 2 ഗുജറാത്തിലെ ഭൂകമ്പമാണ്. കാരണം ഈ 2 സ്ഥലത്തും നമ്മുടെ സേനയുടെ പ്രവർത്തനങ്ങൾ, ദുരന്ത നിവാരണ സേനയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം പുറകോട്ടാണ്. ഗുജറാത്ത് ഭൂകമ്പം നടന്നു. വളരെ സ്വാഗതമുണ്ട്. നമ്മളെ ഡോക്ടർ കെ സുധാകരൻ സാർ എത്തിയിട്ടുണ്ട്. അതായത് ഗുജറാത്തില് ഭൂകമ്പം നടന്നതിന് 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. പക്ഷെ നമ്മുടെ വയനാട് 10 മിനിറ്റാണ്, 10 മിനിറ്റ് കൊണ്ട് രക്ഷാപ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ നോക്കണം, അത്ഭുതമാണ്. കേരളത്തിലെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെ പ്രത്യേകതയാണ്. കാരണം ഈ സേനാംഗങ്ങളുടെ പ്രത്യേകത 10 മിനിറ്റ് കൊണ്ട് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പക്ഷെ അവിടെ രണ്ടാമത്, അതായത് ആദ്യത്തെ ഉരുൾപൊട്ടൽ കഴിഞ്ഞു, സേന എത്തി, പ്രവർത്തനം തുടങ്ങുമ്പോൾ രണ്ടാമത്തെ അതിഭീകരമായ ദുരന്തം, രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് ശരിക്കും ഏറ്റവും അധികം നാശം വിളിച്ചത്. അത് സേനയുടെ അവിടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറെ പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. സേന ആ രീതിയിൽ പ്രവർത്തിച്ചു. വയനാട് ഏകദേശം 700 പേരാണ് അവിടെ മരണപ്പെട്ടത്. ആ 700 പേരിൽ ഏകദേശം 620ഓളം പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 500 പേരെ മാത്രമേ മുഴുവനായും കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള 120 പേരെ നമുക്ക് കൈയും കാലും ആ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. വളരെ വേദനാജനകമാണ്. അവരെ DNA ടെസ്റ്റ് ചെയ്താണ് അവരെ ഐഡന്റിഫൈ ചെയ്തത്. നമ്മൾ ഏകദേശം ഫയർഫോഴ്സിന്റെ ഇതിൽ 1600 പേരാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത്. അതായത് ഈ സിപ്ലൈൻ മുഖാന്തരം അപ്പുറം ഒഴുകുന്ന അവിടുത്തെ രക്ഷപ്പെടുത്തിയത്, ചളിയിൽ താണുപോയി രക്ഷപ്പെടുത്തിയത്. ഏതായാലും നമ്മൾ ഈ വയനാട് ഈ രക്ഷാപ്രവർത്തനത്തിൽ നമ്മുടെ കൂടെ നിന്നതിന്റെ പ്രത്യേകത, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ അംഗങ്ങൾ, സന്നദ്ധ സേനാംഗങ്ങൾ, ഫയർഫോഴ്സിന്റെ അംഗങ്ങൾ എല്ലാം അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഒരു ദുരന്ത മേഖലയിൽ ഇല്ലാത്തൊരു പ്രവർത്തനം അവിടെ. കാരണം എല്ലാ 14 ജില്ലക്കാരും അവിടെ സജീവമായി പ്രവർത്തിച്ചു. എവിടെയും ഒരു ദുരന്ത സേന ഇങ്ങനെ കേരളം മുഴുവൻ അത്ഭുതമാണ്. വേറെ ഏത് രക്ഷാപ്രവർത്തനം ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഫയർഫോഴ്സ് ആയാലും സിവിൽ ഡിഫൻസ് വണ്ടന്മാരായാലും ആപത് മിത്ര വണ്ടന്മാരും കഠിനമായി പ്രവർത്തിച്ചു. അവിടെ ഒരു ദുരന്തത്തെ നമ്മൾ ഇല്ലാതാക്കാൻ കഴിയില്ല, പക്ഷേ ദുരന്തത്തെ നമുക്ക് ലഘൂകരിക്കാൻ പറ്റും. അതിന്റെ ആഘാതം നമുക്ക് കുറക്കാൻ പറ്റും. അത് കുറക്കാൻ പറ്റിയത് കാരണം നമ്മുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കെട്ടുറപ്പും, ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും റവന്യൂവിന്റെയും കെട്ടുറപ്പും, അതുപോലെ സിവിൽ ഡിഫൻസ് ആപത് മിത്ര വണ്ടരുടെ സേവനം തന്നെയാണ് എന്ന് ഞാനിവിടെ അഭിമാനത്തോട് പറയുന്നു. അതുകൊണ്ട് തന്നെ അഭിമാനമുണ്ട്. നിങ്ങൾ അഭിനന്ദിക്കാൻ വേണ്ടി ആദ്യം എന്റെ മനസ്സിൽ വന്നത് ലയൺസ് ക്ലബ് തന്നെയാണ്. കാരണം സേവനം എന്നത് തന്നെ പര്യായമാണ് ലയൺസ് ക്ലബ്ബ്. ചെറുപ്പം മുതൽ 10-30 വർഷമായിട്ട് ഞങ്ങൾക്ക് ലയൺസ് ക്ലബ്ബായിട്ട് ബന്ധമുണ്ട്. പയ്യന്നൂർ മാത്രമല്ല, രാമന്തളി, തൃക്കരിപ്പൂര്, ഏഴുമല, അതുപോലെ ഇപ്പൊ കാഞ്ഞങ്ങാട്, കാസർഗോഡ്, ഞാൻ പ്രവർത്തിച്ച എല്ലാ സ്ഥലത്തും എന്റെ കൂടെ ലയൺസ് ക്ലബ്ബ് വന്നിട്ടുണ്ട്. ഞാൻ കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബ്ബ് വരെ എന്റെ കൂടെയുണ്ട്. കാരണം ഇവരൊക്കെ ഞാൻ 30 വർഷമായി നീന്തൽ പഠിപ്പിക്കുന്നത്. സർവീസ് കയറിയ ശേഷം നീന്തൽ പഠിപ്പിക്കുക എന്നുള്ള എന്റെ ഒരു ശരിയാ. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു കോലത്തിൽ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ പിന്തുണ ലയൺസ് ക്ലബിന്റെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് ലയൺസ് ക്ലബിന്റെ വളരെയധികം സ്നേഹമുണ്ട്. ഡയബറ്റീസിനെതിരെ ഉള്ള തടസ്സങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് തകർക്കുക, ബ്രിഡ്ജ് ദ ഗ്യാപ്സ്.
എന്തെങ്കിലും ഇത് തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു പാലം പോലെ പിടിച്ചു വയ്ക്കാം. അതാണ് ഈ വർഷത്തെ തീം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മുതിർന്നവർക്കാണ് ഡയബറ്റീസ് ഒരു 90% ശരിക്കും ഒരു മാത്തമാറ്റിക്സ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നമ്പർ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള നിങ്ങളുടെ തൂക്കം എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. മുതിർന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള തൂക്കം എത്രയാണെന്ന് അറിയണം. സാധാരണ നമ്മൾ ശരാശരി പറയുക ഇത് സെൻറ്റിമീറ്ററിൽ ഉയരം നോക്കിയാൽ ഇപ്പോൾ 170 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരാൾക്ക് ഏറ്റവും അഭികാമ്യമായ തൂക്കം 70 കിലോ ആണ്. എന്ന് വെച്ചാൽ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ മൈനസ് ഏജ് ഇൻ ഇയേഴ്സ്, മൈനസ് 100, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ 70 കിലോ ആണ് വരിക 170 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മൾ കാണുന്നത് 160 സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് 90 കിലോ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ അത് 30 കിലോ അധികമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 30-40% അധികമായി. അപ്പോൾ ഇതിൻ്റെ കണക്ക് ഇപ്പോൾ ചാക്കോ മാഷ് പറയുന്ന പോലെ കണക്കിലാണ് ലോകം കറങ്ങുന്നതൊക്കെ പറഞ്ഞില്ല സിനിമയിൽ എന്ന് പറയുന്ന പോലെ ഈ ഡയബറ്റീസ് ഈ 30% ഭക്ഷണം നമ്മളൊരു 2 മാസം കൊണ്ട് കുറച്ചാൽ ഒരു 85% ആൾക്കാർക്ക് ഡയബറ്റീസ് മാറും. പാങ്ക്രിയാസ് ഇപ്പോഴും നോർമലായിട്ടുണ്ടെങ്കിൽ ഉള്ള മരുന്നും അതും പഞ്ചസാര അധികമായി കിഡ്നിക്ക് സൂക്കേടായി പാങ്ക്രിയാസ് പ്രഷർ കൂടിയിട്ട് നശിച്ചു പോയെങ്കിൽ മരുന്ന് കഴിക്കേണ്ടി വരും. നേരെ കുറച്ച് തുടക്കത്തിൽ തന്നെ നമ്മളുടെ ഉയരത്തിനനുസരിച്ചുള്ള തൂക്കവും 1 മണിക്കൂർ ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ സാമാന്യ വേഗത്തിലുള്ള നടത്തവും ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അങ്ങനെ ശീലിക്കുകയാണെങ്കിൽ ഡയബറ്റീസ് വരാതെ അധിക ആൾക്കാരിലും നോക്കാം. പക്ഷെ ഒരു ചെറിയ ശതമാനം ഡയബറ്റീസ് പാരമ്പര്യ ഘടകമായിട്ട് വരുന്നത് അച്ഛനും അമ്മക്കും. അപ്പോൾ അച്ഛനും അമ്മക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത 50% ആണ്. ഒരാൾക്ക് മാത്രമാണ് 25% ആണ്. അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും ഡയബറ്റീസുള്ള ആൾക്കാർ ഞാനീ പറയുന്ന കാര്യങ്ങൾ ആദ്യം മുതലേ ശ്രദ്ധിച്ചാൽ അത് മാത്രമല്ല ചെറിയ പ്രായത്തിൽ ഡയബറ്റീസ് ഉണ്ടോ എന്നൊരു സ്ക്രീനിങ് നോക്കണം. വേറൊരു നമ്മുടെ നാട്ടിൽ കാണുന്ന എന്താ ഒരു മോശകരമായ ഒരു സ്ഥിതി എന്താ വെച്ചാൽ പരിശോധിക്കാൻ പോകില്ല. പരിശോധിച്ചിട്ട് ഡയബറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കുടുങ്ങിയില്ലേ ഇതൊക്കെയാണ്. അപ്പം ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകും. അവസാനം വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണ് പോയിട്ട് മൂത്രം പരിശോധിക്കുമ്പോഴാണ് ഷുഗർ ബ്രിക്ക് തട്ട് പിന്നെ പ്രഷർ 200, 110 എന്നൊക്കെ കാണുക. അപ്പോൾ ഈ 2 സൂക്കേടും പല അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട്, ഒരൊറ്റ അവയവത്തിനല്ല. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ രക്തക്കൊഴലുകൾക്ക് അസുഖം വരുന്നു എന്നുള്ളതാണ്. എന്ത് കാരണം കൊണ്ടായിരുന്നു? അപ്പോൾ രക്തക്കൊഴലിലൂടെയാണ് രക്തം ഓക്സിജൻ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നത്, ഹാർട്ടിലേക്ക് പോകുന്നത്, കിഡ്നിയിലേക്ക് പോകുന്നത്, നമ്മുടെ ദേഹത്തിലുള്ള സകല അവയവങ്ങളിലേക്കും പോകുന്നത്. അപ്പോൾ ഈ രക്തത്തിലുള്ള പഞ്ചസാര നമ്മുടെ ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതിലും അധികമാകുമ്പോൾ ഈ പഞ്ചസാര എന്ത് ചെയ്യും? കുറേ മൂത്രത്തിൽ പോകും. നമ്മുടെ പഞ്ചസാര ഒരു 160, ബ്ലഡിലത് 160, 180 ശരാശരിയാണ്. ചിലർക്ക് 160 ആയിരിക്കാം, അത് ചിലർക്ക് 150 ആയിരിക്കാം. അതിനധികം ബ്ലഡിൽ വരുമ്പോൾ നമ്മുടെ ദേഹത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് പഞ്ചസാര മൂത്രത്തിൽ കളയാനില്ല. ഇപ്പോൾ മൂത്രത്തിൽ എത്ര കാലം കഴിയും? മൂത്രത്തിൽ കഴിയുമ്പോൾ കിഡ്നിക്ക് സ്ട്രെയിനാണ്. നോർമൽ കിഡ്നിക്ക് ഇത്രയധികം പഞ്ചസാര കഴിക്കുമ്പോൾ കിഡ്നി പെട്ടെന്ന് ഫെയിലാവും. അപ്പോൾ ഡയബറ്റീസ് കിഡ്നീനെ ബാധിക്കും. ഈ പുറത്ത് കളയാൻ പറ്റാത്ത പഞ്ചസാര നമ്മുടെ ദേഹത്തിൽ കൊഴുപ്പായിട്ട് മാറും. നമ്മുടെ ദേഹത്തിന് അതിനുള്ള പല വിദ്യകളും ഉണ്ട്. ഈ കൊഴുപ്പ് ബ്ലഡിനെ കട്ടിയാക്കും. അത് രക്തക്കൊഴലിൽ കുമിഞ്ഞു കൂടും. ഇപ്പോൾ രക്തക്കൊഴലിൽ ചുരുങ്ങി സ്ട്രോക്ക് ആകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഹാർട്ടിലേക്ക് പോകുന്ന രക്തധമനികളിൽ ഇതുപോലെ കൊഴുപ്പിൻ്റെ അംശങ്ങൾ ഒരു തടസ്സപ്പെടുത്തി ക്രമേണയാണെങ്കിൽ ആദ്യം അത് നടക്കുമ്പോൾ കടുപ്പൊക്കെ വരും. ഫുൾ ബ്ലോക്ക് ആകുമ്പോഴാണ് പെട്ടെന്ന് വീഴുന്നത്, ആൻജിയോപ്ലാസ്റ്റി അങ്ങനെയാണ്. ഇപ്പോൾ ഹാർട്ടിനെ ബാധിക്കും. ഇത് തന്നെ തലച്ചോറിലെ രക്തക്കൊഴലിനെയാണ് ബാധിക്കുന്നതെങ്കിൽ തലച്ചോറിലേക്ക് രക്ത ഓട്ടം അവിടെ നിൽക്കും. BP ഒരു പരിധിയിൽ അധികം കടന്നാൽ അവിടെയുള്ള ചെറിയ ശക്തി കുറഞ്ഞ രക്തക്കൊഴലുകൾ പൊട്ടും. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ മരണം നടന്നു കണ്ണൂർ. കാരണം അതായിരുന്നു, ബ്രെയിനിൽ ബ്ലീഡായിരുന്നു. 2 ദിവസം ICUവിൽ കിടന്നു, ഇന്ന് പറിച്ച് മരിച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രോഗം വന്നാൽ അതിനെ ചികിത്സിക്കാൻ നമ്മൾ മടി കാണിക്കരുത്. പലരെയും കാരണം ഈ രോഗത്തിൽ നമ്മൾ ചികിത്സ തുടങ്ങിയാൽ ഇതിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് പോക്കില്ല എന്നുള്ളതാണ്. ആ ഒരു വിചാരം നിങ്ങൾ മാറ്റണം. പലപ്പോഴും ഈ പ്രഷറും ഷുഗറും ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ പറ്റും. മരുന്നിൻ്റെ ഡോസ് കുറക്കാൻ പറ്റും, ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളതിന് മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലർക്കും ഒരു ധാരണയുണ്ട്,
മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ മാറ്റാൻ പറ്റും. അങ്ങനെയല്ല, മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് പിന്നെ അത് മാറില്ല. ക്രമേണയാണ്. ഇപ്പോൾ ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്നത് 2 നേരം കഴിക്കുന്നുണ്ടെങ്കിൽ 1.5 ആക്കാം, 2 ഗുളിക കഴിക്കുന്നത് 1 ആക്കാം, 1/2 ആക്കാം, 1.5 ആക്കാം. എന്നിട്ട് ഇതിലേക്ക് നിർത്തിക്കഴിഞ്ഞ ആഴ്ചക്ക് നോക്കാം. നോക്കിയിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെയും ഗുളിക കഴിക്കാം. ഇതൊക്കെ പ്രശ്നങ്ങൾ എല്ലാത്തിനും ബാധകമായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർ ഇതൊന്നും മെനക്കെടുക്കും. പിന്നെ കുറച്ച് ആൾക്കാർ ഈ ഗോത്ര ചികിത്സയും ഇതൊക്കെ വെച്ചിട്ട് മരുന്ന് കഴിക്കാതെ ഇത് നിർത്തിക്കളയും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആ വൈദ്യത്തിൽ നിന്നും കുറച്ച് അതിൽ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് കിട്ടണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഞാൻ പലരോടും പറയുന്നില്ല, നമ്മൾ തൃക്കരിപ്പൂർ തന്നെ വള്ളിയുണ്ട് ഡയബറ്റീസുമായിട്ട് ഡോക്ടറല്ല, കഷ്ടവശാൽ ആളുടെ പേര് കണ്ടത്. എന്നെ കുറേ പേര് വിളിച്ചിരുന്നു ഈ വള്ളിയെ പറ്റി ചോദിക്കാൻ വേണ്ടി, കുറേ കൊല്ലം മുന്നെയാണ്. അപ്പോൾ ഇയാൾ ബോംബെയിലൊക്കെ പോയി ചികിത്സിച്ചിരുന്നു ഒരു വള്ളി. അപ്പോൾ തൃക്കരിപ്പൂരി വള്ളി എൻ്റെ വീട്ടിൽ പോലും വള്ളിയിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിൽ വള്ളിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വള്ളി കണ്ട് പിടിച്ചോളൂ, അതിന് 300 ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഗുളിക നിർത്തരുത്. വള്ളിയൊക്കെ കുടിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ പഞ്ചസാര കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ട് വള്ളി കുറിച്ച് കുറയുന്നുണ്ട്. അപ്പോൾ ഡോസ് കുറച്ചാൽ ഇനി വള്ളിയെ കൊണ്ട് മാറുമെങ്കിൽ ആ വള്ളിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞാൻ പറയും. ഇതിന് ഈ ഡയബറ്റീസിന് ഒരു മരുന്ന് കുറിച്ചാൽ നോബൽ സമ്മാനം ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. ഇവിടെ ഏറ്റവും അധികം മനുഷ്യന്മാർ പൈസ കളയുന്നത് ഡയബറ്റീസിൻ്റെ അനുബന്ധ രോഗങ്ങൾക്കുമാണ്. അപ്പോൾ ഡയബറ്റീസിന് വലിയ നേട്ടമില്ല. നമ്മുടെ ആയുർവേദത്തിൽ ആയുർവേദ ഡോക്ടർമാരെല്ലാം ചെയ്യും. അവരൊരു കുപ്പിലി വന്നിട്ടില്ല. എൻ്റെ പുറത്ത് തന്നെ ഒരു ആയുർവേദ ഡോക്ടർ, എടിയിലെക്കാട്ടിൽ എൻ്റെ സുഹൃത്ത് ആയുർവേദ ഡോക്ടർ, ഇതൊക്കെ പഠിച്ച് ആയുർവേദം ശരിക്കും പഠിച്ച ഡോക്ടർ. ഇവരോടൊക്കെ ഞാൻ ഇന്ന വള്ളിയെ പറ്റി പറയുമ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു വലിയ പുസ്തകത്തിലേ തോന്നുന്നു, ഒരു സംഹിതയിലും ഇല്ല. ഇതൊക്കെ ഒരുപാട് തട്ടിപ്പാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. നിങ്ങൾ മധുരം കഴിക്കുന്നുണ്ട്, എന്നിട്ട് ഗുളിക കഴിക്കാൻ ഡയബറ്റീസ് മാറ്റാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ കേട്ടുന്നില്ല. ഞാൻ ചെറിയ രസകരമായ ഒരു സംഭവം കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പരിഹാരം ഞങ്ങൾക്ക് 70 കുട്ടികളുണ്ട്. അതിൽ ഒരു കുട്ടി KV പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഒരു KV ആ കുട്ടിയുടെ അച്ഛൻ എക്സ്-മിലിറ്ററിയാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടിയുടെ ഡയഗ്നോസ് ചെയ്തു, ഇൻസുലിൻ കൊടുത്തുകൊണ്ടിരുന്നു. കുട്ടി നല്ല കൺട്രോളാണ്. ഒരു അച്ഛൻ എന്നോട് കണ്ടു, അന്ന് ഈ ലഡാക്ക് ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു, ഇത് ഫേമസ് ഹോമിയോ ഡോക്ടർ. എനിക്കത്ര പെണ്ണില്ലെങ്കിലും അയാൾക്ക് എല്ലാവർക്കും അറിയാം, ശ്വാസം മുട്ടിന് ചികിത്സയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ഈ കുട്ടിക്ക് എത്ര കാലം ഇൻസുലിൻ കൊടുത്തു ഡോക്ടർ, ഇയാൾ അത് ഇൻസുലിൻ ഇല്ലാണ്ട് മരുന്നോട്ട് മാറ്റിത്തരാമെന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വിളിച്ചു. ഞാൻ പറഞ്ഞു, അത് സാധ്യമല്ല, നിങ്ങൾ അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ മരുന്ന് കൊടുത്തോ, ഇത് നിർത്തരുത്. നിങ്ങൾ മരുന്ന് കൊടുത്ത് എടുത്ത് വന്നോളൂ. അപ്പോൾ അത് കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഡോസ് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ അതിനെക്കൊണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഏതൊരു കുട്ടികൾക്കില്ല. കാര്യം നമുക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നു. ഇൻസുലിൻ ജീവിതകാലം കഴിക്കുന്നതിനാണ് ഇയാളെ കൊണ്ട് ചികിത്സിക്കാം. അത് ഒരു 10 ആൾക്കെങ്കിലും ഡയബറ്റീസ് വേണം, 70 ഒരു 10 ആൾക്ക് ഡയബറ്റീസ് മാറ്റി കിട്ടിയാൽ അയാളെ ഞങ്ങൾ നോബൽ സമ്മാനം റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങളത് പറയണം. പിന്നെ ഇത് അപ്പോൾ ഇയാളോട് ഇയാൾ പറഞ്ഞൊരു ഉറപ്പാണ്, ഞാൻ മാറ്റി തരാം. അപ്പോൾ ഞാൻ ഇയാൾ ചെയ്യും, ഞാൻ നിങ്ങളുടെ കോൺടാക്ട് എഴുതി നോക്കാം, ഞാനത് മാറ്റാം. ഇത് മാറ്റിയാൽ അന്ന് 10 മുന്നെയാണ് ഞാൻ പറഞ്ഞു, അന്ന് എൻ്റെ സാലറി എനിക്ക് തോന്നുന്നു 75,000 കേട്ടാൽ ഞാൻ 5 ലക്ഷം രൂപ ഞാൻ ഓപ്പി എല്ലാവരും വേണ്ടെന്നാണ് പറയുന്നത്. ഈ കുട്ടികളെ ഞാൻ 5 ലക്ഷം രൂപ മാറ്റിയാൽ തിരിച്ചയാളെങ്കിൽ 5 ലക്ഷം രൂപ ഒന്നും തരണം മാറ്റുകയാണ്. അപ്പോൾ ഞാനങ്ങനെ പോയി അയാൾ. അപ്പോൾ ഇത്തരം ഓടിയത് ഇതെല്ലാം തട്ടിപ്പാണ്. മുതിർന്ന ആൾക്കാർക്ക്, വെയിറ്റരിയുള്ള ആൾക്കാർക്ക്, കൊൽപ്പതിയുള്ള ആൾക്ക് ഈ പറയുന്നത് ചിലപ്പോൾ മാറും. അത് ജീവിതശൈലിയൊക്കെ മാറും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശാസ്ത്രീയമായിട്ടല്ലാതെ ഒന്നിനും പോകണം. ഇന്ന് തന്നെ എന്തോ പ്രിവിലേജസിൻ്റെ മാതൃഭൂമിയിലും മനോരമയിലും ഏതോ ഒന്നിൽ ലാസ്റ്റ് വലിയ ഇത് കണ്ടു. ഞാനത് രണ്ട് വായിക്കാൻ സമയം കിട്ടില്ല. മാറുമായിരിക്കും, ഭക്ഷണത്തിൻ്റെ ക്രമീകരണം കൊണ്ട് ഫൈബർ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അത് മാറും. പക്ഷെ അങ്ങനെ മാറുന്നത് ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം കൊണ്ടും വ്യായാമം ചുരുക്കൊക്കെയാണ്. അല്ലാതെ കുട്ടികളുടെ ഡയബറ്റീസ് ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ക്ലെയിം ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. എനിക്ക് അയാൾ ഒരു ദേഷ്യവും ഇല്ല, ഒരു പണിയുമില്ല. എൻ്റെ ഒരു മോണിറ്ററിങ്ങിൽ 2 കുട്ടികളുടെ ഡയബറ്റീസ് കാരണം അയാളെ ഞാൻ പ്രത്യേകം ആചരിക്കുന്നത്. ഡോക്ടർമാരുടെ ശാസ്ത്രീയമായ രീതിയിൽ ആ മരുന്നിനെ കുറിച്ചിട്ട് ആയുർവേദ കോളേജ് നമുക്ക് തൊട്ടടുത്താണ് പരിഹാരത്തിൽ അല്ലേ, അവിടെ നിന്ന് ഗവേഷണം നടത്താൻ വരുന്ന ICMR എന്നൊക്കെ ഇപ്പോഴും ഞാൻ തൊട്ട് ഞാൻ നിങ്ങൾ കുറേ ആൾക്കാരെങ്കിൽ നിങ്ങൾ വിശ്വസിക്കും. ഞാൻ പറഞ്ഞ വിഷയമാണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ ഈ ഡയബറ്റീസ് സ്ഥിതി അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ശാസ്ത്രീയമായ ഒരു ചികിത്സാ രീതിയിൽ തന്നെ നിങ്ങൾ പോകണം. മറ്റ് ഇത്തരം കാര്യങ്ങളൊന്നും പോകരുത് എന്ന് പറയാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ അത് കാണുന്നില്ല, ബ്രസ്റ്റ് ക്യാൻസർ മാത്രം
വരാതിരിക്കാൻ ബ്രാ എന്ന് പറഞ്ഞ് പോലെയാണ് അന്ന് ആലോചിച്ചു എനിക്ക് സുഖമായി പോയി ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ബ്രാ പിന്നെ പെണ്ണുങ്ങളുടെ ആ ബ്രാ ഇട്ടാൽ പോലും ബ്രസ്റ്റ് ക്യാൻസർ വരുമോ ഇതെന്ത് വീഴുന്നത് നമ്മൾ മലയാളില്ല നമുക്കത് മനസ്സിലാവാത്തത് ഇന്ത്യയിൽ ഏറ്റവും ക്രോണിക് കൊടുക്കുന്ന ചില ഭാഗങ്ങൾ കേരളം ഏറ്റവും മറ്റും ആളൊക്കെ കേരളം തന്നെയാണ് ഞാൻ പറയാം ഇതെല്ലാം കേരളീയമാണ് അപ്പോൾ നമ്മളുടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് അപ്പോൾ ഏതായാലും നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതിന് പ്രത്യേക സന്തോഷം അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ ശ്രീകണ്ഠനും മറ്റു ബാബ എല്ലാവരും ഫയർവേല വെച്ചിട്ട് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു ലാൻസ് നമ്മുടെ റോട്ടിൽ നല്ല നല്ല വീടുകളൊക്കെ കെട്ടിക്കൊടുക്കാനുള്ളതുണ്ട് ഞങ്ങൾ തെക്ക് റോട്ടിൽ മേഘലക്ഷ്മി കളക്ടർ കൊടുത്തിട്ടുണ്ട് വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്ന് മാത്രം പറഞ്ഞു